നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്തുള്ള വാഴാനി ഡാമിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു ഡാമാണ്. വേനലായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവുണ്ട്. എന്നിരുന്നാലും ചില അപ്രതീക്ഷിതമായ കാഴ്ചകൾ അവിടെ കാണാൻ സാധിച്ചു. കാട്ടുപന്നികളുടെ വൻ കൂട്ടം ദാഹജലം തേടുന്നതിനായി ഡാമിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച. പിന്നെ കിളികളുടെ ശബ്ദം കേട്ട് മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു മലമ്പാമ്പ് പോകുന്നത് കണ്ടു. കുരങ്ങന്മാരും മലയണ്ണാനും ഒക്കെ നമുക്ക് ഈ വനപ്രദേശത്ത് കാണാൻ സാധിച്ചു. ഇന്നലെ ഇവിടെ ആന വന്നിരുന്നതായി പറഞ്ഞു കേട്ടു. ആന ഗേറ്റ് തകർത്ത് ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതായി അവിടെ ആളുകൾ പറയുന്നത് കേട്ടു. ആനയെ കാണാൻ സാധിച്ചില്ല. എന്നാലും ആനയുടെ ഒരു സാമീപ്യം ഉള്ള വനമേഖലയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് കണ്ടറിയാം. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് തെക്കുംകര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണുകൊണ്ട് നിർമ്മിച്ച അപൂർവം അണക്കെട്ടുകളിൽ ഒന്നാണ് വാഴാനി ഡാം. 1962 നിർമ്മാണം പൂർത്തിയായ ഈ ഡാം കേച്ചേരി പുഴയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന ഈ ഡാമിൽ ഇന്ന് മനോഹരമായ ഉദ്യാനം, ചുറ്റുപാടുമുള്ള വനാന്തരീക്ഷവും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ല കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. മൺസൂൺ കാലത്താണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും മികച്ച സമയം. ഡാമിലെ ജലനിരപ്പ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. വേനലിൻ്റെ കാഠിന്യമാകാം. അത്രയ്ക്കും ചൂടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വന്യമൃഗങ്ങൾക്കുള്ള ദാഹജലത്തിനുള്ള ആശ്രയ കേന്ദ്രമാണ് ഈ ഡാം. ഉയർന്നു നിൽക്കുന്ന മലകളും പച്ചപ്പ് നിറഞ്ഞ കാടുകളും അതിനിടയിലൂടെ ഡാമിൽ വന്നിറങ്ങി ദാഹജലം തേടുന്ന കാട്ടുമൃഗങ്ങളും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ്. പ്രഭാതങ്ങളിൽ കാട്ടാനകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കാറുണ്ടത്രേ. ഇന്ന് കുറേ കാട്ടുപന്നികളാണ് വെള്ളം കുടിക്കാനായി വരുന്നത് കാണാൻ സാധിച്ചത്. ഒരുപാട് കാട്ടുപന്നികൾ കൂട്ടമായി ദാഹജലം തേടുന്നതിനായി ഡാമിൻ്റെ അരികിലേക്ക് വരുന്ന ഒരു കാഴ്ച. അത്രയും ചൂടാണ് നമ്മുടെ നാട്ടിലുള്ളത്. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദാഹജലത്തിനുള്ള കാട്ടുപന്നികൾക്കും വന്യമൃഗങ്ങൾക്കും ഉള്ള ആകെയുള്ള ആശ്രയ കേന്ദ്രമാണ് ഇത്തരം ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ഇപ്പോൾ കാട്ടുപന്നികളും കുരങ്ങുകളും മയിലുകളും നാട്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ സ്ഥിരമാണ്. ഇവയുടെ വരവ് കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ദാഹജലവും ഭക്ഷണവും തേടിയാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. മഴക്കാലത്താണ് ഈ ഡാം കാണാൻ കുറച്ചും കൂടി ഭംഗി എന്ന് തോന്നിപ്പോകുന്നു. കിളികളുടെ കലപില ശബ്ദം കേട്ട് മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു മലമ്പാമ്പ് വിശ്രമിക്കുന്നത് കണ്ടു. ഇന്നലെ കാട്ടാന ഇറങ്ങി എന്ന് നാട്ടുകാർ പറഞ്ഞതിൻ്റെ അവശിഷ്ടമാണ് കാണാൻ കഴിയുന്നത്. വെള്ളം കുടിക്കാൻ ആയി വരുന്ന സമയത്ത് കാട്ടാന ചിലപ്പോൾ ഇതിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും. കുരങ്ങുകൾ അവർക്ക് നമ്മുടെ സാമീപ്യം അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കാം ഈ പ്രകടനം. പ്രകൃതിയുടെ മനോഹരമായ ഇത്തരം കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം വിവരിക്കുന്നത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വൻമരങ്ങളും പ്രകൃതിയിലെ ചെറിയ വന്യമൃഗങ്ങളും എല്ലാം മനോഹരമായ അപൂർവമായ കാഴ്ചകളാണ്. നിർത്തട്ടെ പ്രകൃതിയുടെ ശബ്ദത്തോടു കൂടി തന്നെ. നന്ദി, നമസ്കാരം.